ഹലോ എവരിവൺ, ഞങ്ങളൊരു യാത്രക്കിടയ്ക്കേണ്ട ഒരു തലതിരിഞ്ഞ വീടിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യൂസ്ബർഗിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഇതുള്ളത്. ഞങ്ങൾ ബോണിൽ നിന്ന് മ്യൂണിച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും A3 ഔട്ടോബാനിൽ കൂടെയാണ്, ഹൈവേ കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങ് നോക്കുമ്പോഴത്തേക്കും ഒരു വീടിങ്ങനെ തലതിരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇങ്ങനെ വളരെ ഫണ്ണി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ, വീടുകളും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് അടുത്തേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്കിങ്ങനെ അകത്ത് ടിക്കറ്റ് എടുത്ത് കയറാനും ഇതിനകമൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനും ഇവിടെ ഇരുന്ന് കാപ്പ് കുടിക്കാനും ഒക്കെ പറ്റുമെന്ന്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്കിതിനകമൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പോകാം. അപ്പോൾ ഞാനത് പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോഴത്തേക്കും 4 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് €4 വെച്ചിട്ട്, അപ്പം 2 പിള്ളേർക്ക് €8, പിന്നെ നമ്മളെപ്പോലുള്ളൊരു അഡൽറ്റിന് €6.5. അപ്പോൾ ഇത് പൈസ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓരോ കോയിൻ കിട്ടും. എന്നിട്ട് ആ കോയിന് ഇതിനകത്തോട്ട് ഇടുക, എന്നിട്ട് അകത്തേക്ക് കയറുക. ഒരു കൺസ്ട്രക്ഷൻ വെഹിക്കിളാണ് ഇവിടെ തലകുത്തി കിടക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നോക്കി അവിടെ നമ്മുടെ ചപ്പാത്തിയുടെ റോള് പോലും തറയിൽ വലിച്ചുവാരി ഇട്ടേക്കുന്ന പോലെയാണ് അതിൻ്റെ അകമൊക്കെ. ഇവിടെ കാണുന്ന ഈ കുഴലിനകത്തൂടെ വീടിൻ്റെ മുകളിൽ നിന്ന് പിള്ളേർക്ക് വേണമെങ്കിൽ തെന്നി ഇറങ്ങി വരാൻ പറ്റും. കളിക്കാനായിട്ടും കാർ ഓടിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വലതുകാല് വെച്ച് കയറുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് ഒരു അലമാരിയാണ്. ഈ അലമാരിയുടെ ഇടയിൽ കൂടെയാണ് അവർ വാതിൽ പിടിപ്പിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ TV, കമ്പ്യൂട്ടർ എല്ലാം വെച്ചിരിക്കുന്ന തലകുത്തിയാണ്. ഇതിനകത്തേക്ക് ഇങ്ങനെ കയറി വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഇത് ഒരു ലിവിങ് റൂം അല്ല, മുന്നിലത്തെ റൂമിൽ കൂടെ അല്ല കയറി വന്നത്. ഈ പെട്ടിയിൽ ചവിട്ടി കയറിക്കോ, സ്റ്റെപ്പ് പോലെയാണ്. പിന്നെ എത്തിക്കുത്തിക്കുന്നതാണ് ഷുഗാൻസിനൊക്കെ കണ്ടോ അവിടെ തൂങ്ങിക്കിടക്കുന്നത്. പിള്ളേരുടെ റൂമാ ഫുള്ള് ആടുന്ന പോലെയാണ് തോന്നുന്നത്. ആട്ടം പോലെ താഴെ വീഴുന്ന പോലെ. വീഴാതെ പോയിക്കോണം, പിടിച്ചു പോയിക്കോണം. അകത്ത് കയറാൻ പറ്റത്തില്ല, ഒരു ഫോട്ടോ വേണേ എടുക്കാം. വാഷിംഗ് മെഷീനും എല്ലാം തലകുത്തി മറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരിതാണ്. ഇത് രസമുണ്ട് കേട്ടോ കാണാൻ. മിച്ച കയറി വന്നില്ലായിരുന്നു, മിച്ച പുറത്ത് നിന്നോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ മാത്രമേ കയറിയുള്ളൂ ഇതിനകത്ത്. ഉപ്പാണോ? ഉപ്പ് എടുക്കുവാണോ നിങ്ങള്? ആഹാ, അതിവിശാലമായിട്ട് അയ്യേ. അപ്പോൾ ക്രേസിയസ്റ്റ് ഹൗസ് ഇൻ ദ വേൾഡിൽ നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു അവസരമാണ് കേട്ടോ. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് നല്ല രസമാണെങ്കിലും തലയ്ക്കൊക്കെ ഒരു മമ്മന്തരം പോലെ തോന്നും. പുറത്തിറങ്ങുമ്പോഴാണ് അത് മാറത്തുള്ളൂ. നല്ല രസമായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അടുത്തതായിട്ട് നല്ലൊരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ജർമ്മനിയിൽ വന്ന് പഠിക്കാനായിട്ടും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയാൽ മതിയാവും. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. വീഴാതിരിക്കാൻ വീട്ടിൽ കാര്യമൊക്കെയാണോ?